കണ്ണൂർ ജില്ലയെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് അവഹേളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുള്ള മറുപടി കൂടിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ നേടിയ വൻ വിജയം. എന്താണ് കണ്ണൂരെന്ന് സ്വർണ്ണക്കപ്പ് നേട്ടത്തിലൂടെ കണ്ണൂരിലെ കുട്ടികൾ ഗവർണറെ പഠിപ്പിക്കുന്നു. അതേസമയം കണ്ണൂരുമായി തനിക്ക് വ്യക്തിപരമായ ഒരു എതിർപ്പുമില്ലെന്ന് ഗവർണർ പറഞ്ഞു. മഹത്തായ രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യം മാത്രമല്ല, സമഗ്ര മേഖലയിലും അതിവേഗം മുന്നേറുന്ന ജില്ലയാണ് കണ്ണൂർ. ആ ജില്ലയെയാണ് അടുത്തിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി കണ്ണൂർ എന്ന് വിളിച്ച് അവഹേളിച്ചത്. കണ്ണൂർ ഹാസ് ദിസ് ബ്ലഡി ഹിസ്റ്ററി. അതേസമയം കണ്ണൂരിന് കലാകിരീടം ലഭിച്ചതോടെ നിലപാട് മാറ്റിയ ഗവർണർ മറ്റ് ജില്ലകൾ കണ്ണൂരിനെ മാതൃകയാക്കണമെന്നും പറഞ്ഞു. I would like to congratulate them and I would like others to emulate them. സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയാണ് ഇത്തവണ നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം കലാകിരീടം ഉയർത്തിപ്പിടിച്ച് കണ്ണൂർ ജില്ല കണ്ണൂരിനെ അവഹേളിച്ച ഗവർണർക്ക് ഇതിലും നല്ലൊരു മറുപടി നൽകാനില്ല. സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂരുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. കലോത്സവത്തിൽ വിജയക്കൊടി പാറിച്ചു എന്നതിലുമപ്പുറം കണ്ണൂരിൻ്റെ വിജയം ഒരു പാഠമാണ്. അധികാരപ്രമത്തതയോടെ അവഹേളന രാഷ്ട്രീയം പയറ്റുന്നവരെ ഒരു കൂട്ടം കുട്ടികൾ പഠിപ്പിച്ച പാഠം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. കലോത്സവത്തിൽ കപ്പ് നേടിയ കണ്ണൂരും കപ്പ് നേടാൻ പറ്റാതെ പോയവരുമടക്കം എല്ലാവരും കൊല്ലത്തു നിന്ന് മടങ്ങിയവരെല്ലാം കൊല്ലത്തിനൊരു സ്നേഹക്കപ്പ് സമ്മാനിച്ചത് ആ നാട് നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും എ ഗ്രേഡിനുള്ള സമ്മാനമായിരുന്നു. കലോത്സവം കൊടിയിറങ്ങുമ്പോൾ ഒന്നുറപ്പിക്കാം, കേട്ട കഥയിലേതല്ല, കണ്ട കലയിലേതാണ് യഥാർത്ഥ കൊല്ലം. സമീപകാലത്ത് ദുഷ്പേര് പേര് നിന്ന കൊല്ലം ഈ കലോത്സവത്തിലൂടെ അതങ്ങ് മാറ്റി. നിറഞ്ഞ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും കലോത്സവ പ്രതിഭകളെ കൊല്ലം നെഞ്ചോട് ചേർത്ത കാഴ്ചകൾക്കാണ് കഴിഞ്ഞ 5 കലോത്സവ ദിനങ്ങൾ സാക്ഷിയായത്. സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിയ ജനപങ്കാളിത്തം കൊണ്ട് തങ്ങളെ കുറച്ചു കണ്ടവർക്കെല്ലാം കൊല്ലം മറുപടി നൽകി. പ്രധാന വേദിയായ ആശ്രാമം മൈതാനം എല്ലാ വൈകുന്നേരങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു. സമാപന ദിവസം പൂരം കഴിഞ്ഞിട്ടും ഒഴിഞ്ഞു പോകാതെ കലോത്സവത്തിന്റെ ലഹരിയിൽ അവർ മൈതാനത്ത് കലാപ്രതിഭകൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് കൂടെ കൂടി. 15 വർഷം കാത്തിരുന്ന ശേഷം എത്തിയ കലോത്സവത്തിൽ മികച്ച പ്രകടനം നടത്തി 6ാം സ്ഥാനവും സ്വന്തമാക്കിയതോടെ കൊല്ലം വിളിച്ചു ചോദിക്കുന്നുണ്ട്, കൊല്ലം കണ്ടവരില്ലം വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ എന്ന്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പുമായി കണ്ണൂർ മടങ്ങി. കേരളം കൊല്ലത്ത് നിന്ന് മടങ്ങുമ്പോൾ അവർക്ക് നൽകുന്നത് സ്നേഹത്തിന്റെ ഒരു കപ്പാണ്. ദീപക് ജേക്കബിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.